36 വയസ്സുള്ള ഇവന് ദിവസവും 6 സ്വർണ്ണമുട്ടകൾ കിട്ടിയിരുന്നെങ്കിലും അതിന്റെ ഉറവിടം ആർക്കും അറിയില്ലായിരുന്നു. ഒരു ദിവസം കാട്ടിൽ വെച്ച് അവനൊരു രാക്ഷസനെ കണ്ടു. അവനെ തിന്നാനായി രാക്ഷസൻ പൊക്കിയെടുത്തപ്പോൾ പേടിച്ച് ബാലൻ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നു പറഞ്ഞു. രാക്ഷസൻ അവനെ വിശ്വസിക്കുകയും തന്റെ സ്വർഗ്ഗലോകത്തെത്തിച്ചാൽ ദിവസവും 6 മുട്ടകൾ നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു. ദരിദ്രനായ ജാക്ക് ഉടൻ സമ്മതിച്ചു. എന്നാൽ ആകാശത്തേക്ക് എങ്ങനെ പോകുമെന്ന് അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം സമ്പാദ്യവുമായി അവനൊരു മന്ത്രവാദിയെ കണ്ടു. പണം കണ്ട് മനസ്സുമാറിയ മന്ത്രവാദി അവനൊരു മാന്ത്രിക അപ്പം നൽകി. ജാക്ക് ആ അപ്പം ഗ്രാമത്തിന് പുറത്ത് മണ്ണിൽ കുഴിച്ചിട്ടു. അപ്പം അതിവേഗം വളർന്ന് മേഘങ്ങളിലേക്ക് ഉയർന്നത് കണ്ട് ഗ്രാമവാസികൾ ഞെട്ടി. മുകളിലെത്തിയപ്പോൾ മരം ആടാൻ തുടങ്ങിയതിനാൽ ജാക്ക് പേടിച്ചു. ഉടൻ രാക്ഷസൻ അവനെ രക്ഷിക്കാൻ മുകളിലേക്ക് കയറി. ആ സമയം ദുഷ്ടനായ കെല്ലി കോടാലിയുമായി വന്ന് മരം മുറിക്കാൻ തുടങ്ങി. മരം ഉലഞ്ഞപ്പോൾ കൈവഴുതി ജാക്കും അവനെ പിടിക്കാൻ ശ്രമിച്ച രാക്ഷസനും താഴേക്ക് വീണു. രാക്ഷസന്റെ മൃദുവായ ശരീരത്തിൽ വീണതിനാൽ ജാക്ക് രക്ഷപ്പെട്ടു. മരം വീണ് അതിനടിയിൽ കെല്ലി കുടുങ്ങിയെങ്കിലും പഴയ ശത്രുത മറന്ന് രാക്ഷസൻ അവനെ രക്ഷിച്ചു. രാക്ഷസൻ ഉപദ്രവകാരിയല്ലെന്ന് ഗ്രാമവാസികൾക്ക് അപ്പോൾ ബോധ്യമായി. ആകാശത്തേക്ക് മടങ്ങാനുള്ള രാക്ഷസന്റെ ആഗ്രഹമറിഞ്ഞ് അവർ മറ്റൊരു മാന്ത്രിക അപ്പം കുഴിച്ചിട്ടു. അത് വളർന്നപ്പോൾ ജാക്ക് സങ്കടത്തോടെ സുഹൃത്തിന് യാത്രയപ്പ് നൽകി. രാക്ഷസൻ അവന് ഒരു മുട്ട സമ്മാനിച്ചു. രാക്ഷസൻ ആകാശത്തേക്ക് മടങ്ങിയ ശേഷം ഗ്രാമത്തിന് ദിവസവും ഒരു സ്വർണ്ണമുട്ടയും ജാക്കിന് 6 എണ്ണവും വീതം ലഭിച്ചുകൊണ്ടിരുന്നു.